ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചു മുമ്പ് കർണാടകയിലെ ഹംപി വിസിറ്റ് ചെയ്യുകയുണ്ടായി. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഹംപി. ആ യാത്രയിൽ നിന്നുണ്ടായ ഇൻസ്പിറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. അന്നെടുത്ത ചില റെഫറൻസ് ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ബ്രസോയുടെ 300 GSM പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കാംലിൻ്റെ കൊബാൾട്ട് ബ്ലൂ, വയലറ്റ്, ക്രിംസൺ ലേക്ക്, സാപ്പ് ഗ്രീൻ, ബേൺ സിയന്ന തുടങ്ങിയ കളറുകളും ഉപയോഗിക്കുന്നുണ്ട്. ഹംപി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഓൺ ദി സ്പോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സൈറ്റാണ്. ഒരുപാട് അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്ന സ്ഥലമാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പഴയ തലസ്ഥാനം. അപ്പോൾ നമ്മളൊരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആദ്യം സ്കൈയുടെ ഭാഗമാണ് പെയിൻറ്റ് ചെയ്യുന്നത്. വലിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് പശ്ചാത്തലം ഒന്ന് നനയ്ക്കാം. പശ്ചാത്തലം മിക്കപ്പോഴും ഞാൻ വെറ്റ് ആൻഡ് വെറ്റ് മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ഒരു മനോഹാരിത കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം ക്രിംസൺ ലേക്ക് പശ്ചാത്തലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വലിയൊരു ബ്രഷാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം കൊബാൾട്ട് ബ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു ബിറ്റ് വയലറ്റും. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പെയിൻറ്റുകൾ പരസ്പരം മിക്സ് ചെയ്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടാക്കും. ഒരു കോട്ടയുടെ വാച്ച് ടവറാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ പുറകിലെ ലെയർ ഉണങ്ങാൻ നിൽക്കുന്നില്ല. ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമ്മൾ ഒരു ഫസ്റ്റ് ലെയർ എന്ന രീതിയിൽ പശ്ചാത്തലം മുഴുവനായിട്ടും അല്ലെങ്കിൽ എൻ്റയർ ഏരിയ ഒരു കോട്ട് പെയിൻറ്റ് ചെയ്ത് ഒരു ലെയർ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആണ് പിന്നീട് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലൈറ്റ് പോർഷൻ ആവശ്യമുള്ളിടത്ത് നമുക്ക് പെയിൻറ്റ് ഒരല്പം പിക്ക് ചെയ്യാം. കാരണം വൈറ്റ് ഏരിയ നമ്മൾ ഒഴിവാക്കിയിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പൂർണ്ണമായും വൈറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് പേപ്പർ വൈറ്റ് അതുപോലെ തന്നെ നിലനിർത്തിയതിന് ശേഷവും ഈ വർക്ക് ചെയ്യാം. ഈ ഒരു നിർമ്മിതിയെ മുമ്പിൽ വളരെ ചെറിയ ഫിഗറുകളായിട്ട് ആൾക്കൂട്ടമുണ്ട്. വളരെ ദൂരെ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു പിക്കാണിത്. വളരെ വലിയ ഒരു എടുപ്പ് നിർമ്മിതിയാണ് എന്നുള്ളതുകൊണ്ട് ആളുകളെ വളരെ ചെറുതായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ചേർക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ട്രയൽ നടത്തുകയാണ്. പശ്ചാത്തലം പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല. വെറ്റ് ആൻഡ് വെറ്റ് മെത്തേഡ് പോലെ എന്ന് പറയാം. പൂർണ്ണമായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. പശ്ചാത്തലം പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. രണ്ടാമത്തെ ലെയർ എന്ന രീതിയിൽ ഓരോ ഭാഗങ്ങളെയും നമുക്ക് വ്യത്യാസപ്പെടുത്തിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. സ്ക്വയർ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകളൊക്കെ വരയ്ക്കുന്നതിന് അത് സഹായകമായിരിക്കും. കുറച്ചുകൂടി ഡാർക്ക് കളറ് വെയിറ്റ് ചെയ്യാതെ ഒരേ സമയത്ത് തന്നെ ചേർത്ത് പെയിൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, വെറ്റ് ആൻഡ് വെറ്റ് സ്റ്റൈൽ ആയതുകൊണ്ട് പെയിൻറ്റ് പൂർണ്ണമായിട്ട് ഉണങ്ങാത്തതുകൊണ്ട് റിസൾട്ട് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഉണങ്ങി വരുമ്പോഴേക്കും പൂർണ്ണമായും പെയിൻറ്റ് മിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. ഏതായാലും താഴെ ഭാഗം ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൂർണ്ണമായും ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഒരു ട്രയലാണ്. ഒരു സമയം തന്നെ ഡാർക്ക് ഏരിയയും കൂടി കാണിക്കാം. തകർന്നു കിടക്കുന്ന മതിലിൻ്റെ ഒരു ഭാഗമാണ് അവിടെ ഉള്ളത്. വിറ്റ് വയലറ്റും അതുപോലെ തന്നെ ബേൺഡ് സിയനയും ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ടർ ട്രാൻസ്പെറൻസിക്ക് ഒരല്പം പ്രാധാന്യം കൊടുക്കുകയാണ്. സുതാര്യതയാണ് വാട്ടർ ഭംഗി എന്ന് പറയും. എന്നാലും പല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. തകർന്നു കിടക്കുന്ന കോട്ടയുടെ മതിലിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ എഡ്ജൊക്കെ ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന വെറ്റ് ആൻഡ് വെറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് തന്നെ മിക്സ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇടത് ഭാഗത്തേക്ക് ഇതുപോലെയുള്ള കോട്ടയുടെ മതിലിൻ്റെ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉള്ള ഒരു ഏരിയ നമുക്കിവിടെ റെഫറൻസ് ഫോട്ടോയിൽ കാണാൻ സാധിക്കും.
ഒപ്പം തന്നെ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ കൂടി പെയിൻറ്റ് ചെയ്ത് ചേർക്കാം. പെയിൻറ്റിങ് ഉണങ്ങി വരുന്തോറും പല ഭാഗങ്ങളിലും നമ്മൾ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതായിട്ട് ചിലപ്പോൾ കാണപ്പെടും. റൗണ്ട് ബ്രഷും സ്ക്വയർ ബ്രഷും മാറി മാറി ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. സ്ക്വയർ ബ്രഷുകളൊക്കെ സിന്തറ്റിക് ബ്രഷുകളാണ്. ഫോർഗ്രൗണ്ട് ഗ്രാസും അതുപോലെ തന്നെ ലാൻഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പായിട്ടാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ ലെയറിൽ കുറച്ചുകൂടി വ്യക്തത നമുക്കതിൽ പിന്നെ കൊണ്ടുവരാൻ സാധിക്കും. കുറച്ചുകൂടി മുൻഭാഗത്തേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് വരാം. ഇതിനകത്ത് വളരെ ദൂരെയായിട്ട് ചെറിയ ആൾക്കൂട്ടമുണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് പെയിൻറ്റ് ചെയ്ത് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. കോട്ടയുടെ പുറകിലായിട്ട് ചില നിർമ്മിതിയുടെ ഭാഗങ്ങൾ കൂടി കാണുന്നുണ്ട്. അതുകൂടി നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ചേർക്കാം. അത് വളരെ അകലെയല്ല, അപ്പോൾ അത്യാവശ്യം കാണുന്ന രീതിയിൽ തെളിച്ചത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ സ്ക്വയർ ബ്രഷ് ആണ് ഉപയോഗിക്കുന്നത്. രൂപത്തിൽ കുറേ കൂടി വ്യക്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. പുൽത്തകിടിയുടെ മുൻഭാഗങ്ങളിൽ മരത്തിൻ്റെയും മറ്റുമൊക്കെ ഷെയ്ഡുകൾ, പ്രത്യക്ഷത്തിൽ മരങ്ങൾ കാണാനില്ലെങ്കിലും ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള ചെറിയ ഷെയ്ഡുകൾ നമുക്ക് അടയാളപ്പെടുത്താം. വിരിഡിയൻ ഹ്യൂ കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ സാപ്ഗ്രീനിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി കുറച്ച് ആളുകൾ ഇതിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് വരുത്താം. വളരെ ചെറിയ ഒരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ അകലെയായിട്ട് കാണുന്ന ആൾക്കൂട്ടമാണ്. ചെറിയ ഒരു ടച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഓവറോൾ ലാൻഡ്സ്കേപ്പിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഫിഗേഴ്സ് വളരെ ഇറലവൻ്റ് ആണ്, എന്നാലും ചെറിയ ചില ബ്രഷ് ടച്ചുകളായി നമുക്കത് ഇതിനകത്ത് വരച്ച് ചേർക്കാം. വാട്ടർ കളറിൽ ഫിഗേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഫിഗേഴ്സ് ഇൻ വാട്ടർ കളർ എന്ന രീതിയിൽ ഒന്നിലധികം ഡെമോൺസ്ട്രേഷനുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. നോട്ടിഫിക്കേഷനായി നിങ്ങൾ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി കോട്ടയുടെ ഭാഗങ്ങളിൽ നമുക്ക് അതിൻ്റെ നിർമ്മിതിയുടെ ഡീറ്റെയിൽസ് ചെറിയ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരച്ച് അടയാളപ്പെടുത്താം. ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും പെയിൻറ്റിങ്ങിനെ കൂടുതൽ എടുത്ത് കാണിക്കും എന്ന കാര്യം പ്രത്യേകം പറയട്ടെ. നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാട്ടർ കളർ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ പറയുന്നത്. വാട്ടർ കളറിൻ്റെ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു ഏരിയ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയില്ല. നമ്മൾ എത്ര ഓവർ വർക്ക് ചെയ്യുന്നുവോ അത്രത്തോളം പെയിൻറ്റിങ് ഡള്ളായി നാശമാവുകയാണ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ചെറിയ ഒരു പാളിച്ച വരികയാണെങ്കിലും ആ ഒരു ഏരിയ അതുപോലെ തന്നെ നമുക്ക് ലീവ് ചെയ്യുന്നതാണെന്നല്ലേ. പക്ഷേ തുടക്കക്കാരെന്ന രീതിയിൽ നിങ്ങൾക്കത് ലിഫ്റ്റ് ചെയ്തെടുക്കാം. കുറേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിനെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാക്കി ഒരു പോസിറ്റീവാക്കി തന്നെ എടുത്തുകൊണ്ട് പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. വൈദ്യുതി ലൈനുകൾ കൂടി കടന്നു പോകുന്നത് ഇതിനോട് ചേർക്കാം. റഫറൻസ് ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഈ ഫോർഗ്രൗണ്ട് ഇങ്ങനെ തനിയെ നിൽക്കുന്നത് കൊണ്ടാണ് 1-2 പോൾസ് ലൈറ്റ് പോയിൻ്റ് നമുക്കിവിടെ വരച്ച് ചേർത്താൽ കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും.
മാസ്കിംഗ് ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വൈറ്റ് ബോർഡർ വരുന്നത് പെയിൻറ്റിങ്ങിനെ വളരെ അട്രാക്റ്റീവായിട്ട് കാണപ്പെടുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്ന സമയത്ത് സാധാരണ ചെയ്യാറുണ്ട്. വളരെ ലാസ്റ്റ് മൊമെൻറ്റിലെ ചില ടച്ചുകൾ കൂടി ചെയ്തുകൊണ്ട് ഈ പെയിൻറ്റിങ് നമുക്ക് അവസാനിപ്പിക്കാം.